Stop the freak the poop. 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 നല്ല മഞ്ഞാണല്ലോ ചായ. ഇതാണ് മോളെ വയനാടൻ കോടമഞ്ഞ്. Stop the freak the poop. നിങ്ങൾ സ്കൂൾ കുട്ടികൾക്ക് ടൂർ എന്ന് പറഞ്ഞ എപ്പോഴും ഊട്ടി കൊടൈക്കനാൽ ഊട്ടി കൊടൈക്കനാൽ. നമ്മുടെ നാട്ടിൽ അതുപോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കൂട്ടാ. സീ ലെവലിൽ നിന്ന് നമ്മളിപ്പോ 3000 അടി മേലെ. അന്തരീക്ഷമർദ്ദം ഹൈ റേഞ്ചുകളിൽ കൂടും. അതാദ്യം സെൻസ് ചെയ്യുന്നതേ ഇയർ ഡ്രമ്മും. ഇറങ്ങുമോളെ. തണുക്കുണ്ടോ മോക്ക്? ഉണ്ട് പപ്പ. മമ്മി ആ ഫോണൊന്ന് തരോ? എന്തിനാ? ഫോട്ടോ എടുക്കാനാ. എന്ത് രസമായി ചായ. അതെന്താന്ന് മനസ്സിലായോ? എന്താ? അതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ സർപ്രൈസ്. റെഡി? ആ 2 മലകൾക്കിടയിലാണ് നമ്മുടെ പാരാഗ്ലൈഡിംഗ് പ്രോജക്റ്റ് വരാൻ പോകുന്നത്. വനത്തിനും മലകൾക്കും മേലെ കാശുള്ളവർക്ക് പറന്ന് രസിക്കാൻ ഒരു മോസ്റ്റ് മോഡേൺ അഡ്വഞ്ചറസ് ടൂറിസം പ്രോജക്റ്റ്. ഇതെങ്ങനെയുണ്ട് പപ്പ? ബ്യൂട്ടിഫുൾ. ഇപ്പോഴത്തെ മിനിസ്റ്റർ നീണ്ടു നിൽക്കുമെന്ന്
മന്ത്രി മാമച്ചന് തന്നെ സംശയമുണ്ട്. അപ്പൊ പ്രതിപക്ഷം വന്ന നമ്മുടെ പ്രൊജക്ടിന്റെ കാര്യമൊക്കെ എങ്ങനെയാ ചായ? ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും പങ്ക് ഭരണമല്ലേ മോളെ. രണ്ടു കൂട്ടരും നാഴേക്ക് 40 വട്ടം പറയുന്നത് വികസനം വികസനം എന്നാ. കാടും മലയൊക്കെ വികസിപ്പിക്കണേ, രണ്ടു കൂട്ടർക്കും നമ്മളെ വേണം. പിന്നെ മന്ത്രി മാമച്ചനാവുമ്പോ നമ്മളുമായി രക്തബന്ധത്തിന്റെ ഒരു ഇതുണ്ട്. ഏത്? നാളെ മറ്റന്നാളോ അമേരിക്കൻ സാഹിബിനെയും കൂട്ടി മാമച്ചനും എത്തും മോളെ. പപ്പ ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ലാട്ടോ. അതിന് നീ ഉറങ്ങിയിട്ട് വേണോ ഇതൊക്കെ? സമയത്രേ? 6:15. അയ്യോ, 6 മുമ്പ് അവിടെ എത്തുമെന്ന് വർമാജി വിളിച്ചപ്പോ ഞാൻ പറഞ്ഞിരുന്നത്. നീയൊക്കെ ആരെ എങ്ങോട്ട് നോക്കടാ വണ്ടി ഓടിക്കുന്നത്? കൊടും മഞ്ഞല്ലേ സാറേ, കണ്ണു പിടിച്ചില്ല. എനിക്ക് ആദ്യമായിട്ട് പറ്റുന്നൊരു അബദ്ധമാ. ക്ഷമിക്കണോ ഞാൻ? താഴെ എന്റെ ഒരു സുഹൃത്തിന്റെ വർക്ക്ഷോപ്പ് ഉണ്ട്, അവിടെ കൊണ്ടുപോയി ഞാൻ നന്നാക്കി കൊണ്ടുവരാം. അതുപോലെ അതുവരെ ഞങ്ങൾ ഇവിടെ കിടക്കണോ? എന്നാ ഞാൻ എന്റെ ഒരു ചങ്ങാതിയെ വിളിച്ച് പറഞ്ഞു വേറെ കാറ് കൊണ്ടിരിക്കാം സാർ. എവിടെയാ നിങ്ങൾ വിടേണ്ടതെന്ന് വെച്ചാൽ അവിടെ വിടാം സാർ. എടോ, ഞാൻ ആ 7-ാം മൈൽ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നിടത്ത് വെച്ചേ വേറൊരു വണ്ടിയായിട്ട് ചെറുതായിട്ടൊന്ന് ഒരഞ്ഞു. ഇല്ല, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ആ, ഇന്നോവയാ. ഓ അതെ, ആ ചെറിയൊരു ശകലം പെയിൻ്റൊക്കെ പോയിട്ടുണ്ട്. ആ ആ എന്നാൽ ഞാനൊന്നു അങ്ങേരോട് സംസാരിച്ചിട്ട് അങ്ങോട്ട് വിളിക്കാം കേട്ടോ. ആയിക്കോട്ടെ, ശരി എന്നാൽ. ആ സാറേ, അവന് വണ്ടി ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എങ്ങനെ സാറേ? തന്നെ ഞാൻ കാണിച്ചു തരാടാ തേണ്ടി. സാറ് വലിയ കാൽസ്രായും കോട്ടും ഒക്കെ ഇട്ടിരിക്കുന്നെങ്കിലും സംസാരം വെറും തറ രീതിയിലാണല്ലോ സാറേ. വണ്ടി ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞില്ലേ? താനൊന്നും ഉണ്ടാക്കണ്ട, കോമ്പൻസേഷൻ തന്നിട്ട് പോയാൽ മതി. അത് നടക്കില്ല സാറേ, ഒന്നും വിചാരിക്കരുത്. എനിക്കതിനുള്ള ത്രാണിയില്ല. വണ്ടി ഞാൻ പണിഞ്ഞു തരാം, അതേ പറ്റൂ സാറേ. പറ്റില്ലടോ, പറ്റില്ല. 2500 രൂപ കോമ്പൻസേഷൻ തന്നിട്ട് പോയാൽ മതി. ആയിരങ്ങളൊക്കെ നിങ്ങളെപ്പോലുള്ളവരുടെ പോക്കറ്റിൽ കിടന്ന് കറങ്ങുന്ന ചക്രമല്ലേ സാറേ. എൻ്റെ കയ്യിൽ ആകെപ്പാടെ ഈ പാട്ടവണ്ടി മാത്രമേ ഉള്ളൂ. നടക്കുന്ന കാര്യം എന്തെങ്കിലും സാറ് പറ. വിട്ടേക്ക് വന്നേ, ചുമ്മാ കിളവനോട് തർക്കിച്ചു നിന്നാ നമ്മള് വൈകും. ഇങ്ങ് വാ. റോങ് സൈഡ് വന്ന് ഇടിച്ചിട്ട് ഇപ്പൊ ബാക്കിയുള്ളവന്റെ മുഖത്ത് കുതിര കയറും. അല്ല, കാശുള്ളവന് എന്തും ആകാവല്ലോ. Stop the freak, the boom. 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 Stop the freak, the boom.
ഓ എത്തി. അല്ല സാറേ, എന്താ പറ്റിയത്? വരുന്ന വഴിക്കൊരു വണ്ടിയായിട്ട് ഇടിച്ച്. അല്ലെങ്കിൽ ഈ വയനാട് മലയില് കോടമഞ്ഞ് കാരണം ആക്സിഡന്റ് കിടക്കുന്ന പതിവാ സാറേ. താൻ ലഗേജ് എടുക്കും. ഓ Stop the freak the poop. Stop the freak the poop. മോനെ, ദാ അത് കണ്ടോ? അല്ലടോ, തന്റെ പേരെന്താ? സക്കീർ. ആ, വർമ്മ സാറ് വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു സാറ് വന്നു കഴിഞ്ഞാൽ എനിക്ക് നാട്ടിൽ പോവാന്ന്. എവിടാ തന്റെ നാട്? കുറച്ച് ദൂരെയാ. പേട്ടയല്ല സാറേ. തിരുവനന്തപുരം പേട്ടയാണോ വിരാജ് പേട്ടയാണോ? അയ്യോ അല്ല സാറേ, ഈരാറ്റുപേട്ടയല്ല. ഓ, പാലക്കാരനാ? അതെ മാഡം. And every time you're near, I try to make it clear. അകത്തേക്ക് വന്നല്ലേ? And every time you're near, I try to make it clear. Stop the freak the poop. സക്കീറേ, ഓ എന്നാ താൻ വിട്ടു. ആ 4-5 ദിവസം കഴിഞ്ഞിട്ട് വർമ്മ സാറിന്റെ ഓഫീസിൽ വിളിച്ചിട്ട് വന്നാൽ മതി. ശരി സാർ. ഞാനൊരു നമ്പർ തരാം. എൻ്റെ ചങ്ങാതിയുടെ നമ്പരാ. അടുത്ത റിസോർട്ടിലെയാ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സാർ അവനെ വിളിച്ചാൽ മതി. ശരവണൻ എന്നാണ് പേര്. ആള് തമിഴനാണെങ്കിലും മലയാളം അറിയാം. എന്നാ ഞാൻ താങ്ക് യു സാർ. And every time you're near, I try to make it clear. And every time you're near, I try to make it clear. ഇവിടെ വന്നിരിക്ക. മമ്മി നെറ്റ് വർക്ക് ആവുന്നില്ല. എന്റെ ടിങ്കൂസേ, ഇവിടെ ഇന്റർനെറ്റ് വർക്ക് ചെയ്യില്ല. എടുത്തു വെക്ക്. ഇതാ കണ്ടോ, മമ്മിയുടെ ഫോണിൽ റേഞ്ച് കുറവാ. ടിങ്കു, ഹ. വർമാജി ഇങ്ങനൊന്നും ഓഫർ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നീ ചെയ്തു കൊടുത്തത് ചെറിയ കാര്യമൊന്നുമല്ലല്ലോ. 500 കോടിയല്ലേ അനുവദിപ്പിച്ചത്. ഇവരുടെ ഡോക്യുമെന്റ്സ് പലതും ഫേക്ക് ആയിരുന്നു. പിന്നെ ഞാൻ ചില വേലകളൊക്കെ ഒപ്പിച്ചു. ഈ റിസോർട്ടിന് ചുറ്റും ഒരു 5 ഏക്കർ കൂടി ഉണ്ടെന്ന് മിസ്റ്റർ വർമ്മ പറഞ്ഞു. റിയലി? ആ, എന്റെ അച്ചായ. ഏതായാലും വർമാജി ഒന്ന് വിളിക്കണം. ഫോർമാലിറ്റിക്ക് ആണെങ്കിലും ഒരു താങ്ക്സ് പറയാതെ പറ്റില്ല. ഇനി വനം കയ്യേറ്റോന്നൊക്കെ ആരെങ്കിലും പറയോ? ഹേയ്, ഡോക്യുമെന്റ്സ് ഒക്കെ പക്കയല്ലേ. റവന്യൂ ലാൻഡ് അല്ല, ഞാൻ നോക്കി. പിന്നെ ഹൈ റേഞ്ച് ഏരിയയിൽ എത്രയോ പള്ളികളും പാർട്ടി ഓഫീസുകളും കയ്യേറ്റ ഭൂമിയിലാണെന്ന് അറിയാലോ. കഴിഞ്ഞ മാസം ടൈംസ് ഓഫ് ഇന്ത്യയിൽ അതേപറ്റി ഒരു സ്റ്റഡി തന്നെ ഉണ്ടായിരുന്നു. ആണോ? എന്നാലും ആ കിളവന്റെ ഒടുക്കത്തൊരു ഇടി. കുറച്ച് കാശ് എന്തായാലും സർവീസിന് പോയി കിട്ടും. പോട്ടച്ചായ, പുണ്യാളച്ചന്റെ അനുഗ്രഹം കൊണ്ട് ഇത്രയല്ലേ ഉണ്ടായുള്ളൂ. നിനക്കത് പറയാം. ഫ്രീ സർവീസ് കഴിഞ്ഞതേ ഉള്ളൂ. ഞാനൊന്ന് ഓടിച്ചു നോക്കിയിട്ട് ഇപ്പൊ വരാം. ഈ സന്ധ്യക്കോ? വർക്ക്ഷോപ്പിൽ കാണിക്കണമെങ്കിൽ അങ്ങ് താമരശ്ശേരി വരെ പോണം. ഇന്നിനി അവിടെ പോവണ്ട ചായ. താമരശ്ശേരിക്കൊന്നും പോകുന്നില്ല. ജസ്റ്റ് ആ ചുരം വരെ പോയിട്ട് ഇപ്പൊ വരാം. ദേ പോയി ദാ വന്നു. നീ ആ കീങ് എടുത്തോണ്ട് വന്നേ. കണ്ടില്ലേ, താക്കോലൊക്കെ അവള് നേരത്തെ എടുത്തു കഴിഞ്ഞു. ഇന്ന് ഇവളെ ഞാൻ എന്താ പ്ലാൻ? പപ്പ ഞാനും വരും പപ്പയുടെ കൂടെ. എവിടെ? അവിടെ റോട്ടില്. നീ മോളകത്തേക്ക് കൊണ്ടു. വന്നേ. വിടു പപ്പ. ഇല്ല മമ്മി, ഞാനും പോവും പപ്പയുടെ കൂടെ. കൊച്ചിന്ന് ഇത്ര ദൂരം വന്നിട്ട് നിനക്ക് ഒരു മടുപ്പില്ല ടിങ്കൂസേ? മോളെ പോ. വാ.
ഇങ്ങ് വാ, പപ്പ പോയിട്ട് വരും. ടാറ്റാ. ബൈ. ഏയ്. മോളു, വേണ്ട, മമ്മിയോട് ഞാൻ പിണക്ക. പപ്പ ഇപ്പൊ ഇങ്ങ് വരോടെ കുട്ടാ. ഭയങ്കര തണുപ്പല്ലേ, പുറത്തു പോയ പനി പിടിക്കും. അപ്പൊ പപ്പയ്ക്ക് പനി പിടിക്കില്ലേ? പപ്പ വലിയ ആളല്ലേ. ഹലോ ഹലോ ആ ഹലോ ജെസി. ആ പറയടി. ഇല്ലടി, ഞങ്ങളിപ്പോ എത്തിയതേ ഉള്ളൂ. ഇല്ല, നാളെയോ മറ്റന്നാളോ സൈനിങ് നടക്കും. തിരുവനന്തപുരത്ത് നിന്ന് മന്ത്രി മാമച്ചനും പി.എ. തൊമ്മിച്ചനും കാണും. അതേടി, തൊമ്മിച്ച് ഞങ്ങളുടെ കുടുംബക്കാരനല്ലേ, ആ വഴിക്ക് ഒപ്പിച്ചെടുത്തതാ. അതെ അതെ, കമ്മീഷന്റെ കാര്യമൊന്നും പറയാറായിട്ടില്ല. ഡി, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ആരാ? ഗുഡ് ഈവനിങ് മാഡം. എന്ത് വേണം? ഞങ്ങളവിടെ ഇലക്ട്രിക്കൽ മെയിൻ്റെനൻസ് ചെയ്യുന്നതേ. ഇവിടെ നിന്നൊരു ടെലിഫോൺ എൻക്വയറി ഉണ്ടായിരുന്നല്ലോ. വിളിച്ചില്ലല്ലോ. വിളിച്ചിരുന്നു. ഞങ്ങളിനി നാളെ വരൂ. അടുത്ത വില്ലയിലെ പണി തീർന്നതേ ഉള്ളൂ. അത് വന്ന് പറയാന്ന് കരുതി. നിങ്ങക്ക് സ്ഥലം മാറിപ്പോയതായിരിക്കും. അല്ല, സക്കീർ. ഓ, അവൻ ഇവിടുത്തെ കെയർ ടേക്കർ ആണ്. ബട്ട് ഹി ജസ്റ്റ് ഗോൺ ഔട്ട്. ഒന്നും പറഞ്ഞില്ലല്ലോ. സക്കീർ അത് പറയാൻ മറന്നായിരിക്കുന്നേ. മാഡം ഇവിടെ 3 ഫേസ് കണക്ഷനാ. പക്ഷെ ELCV ഇല്ലല്ലോ ഇവിടെ. ഷോ, ഭയങ്കര ഡേഞ്ചർ ആണ്. ELCBയോ? അതെന്താ? സർക്യൂട്ട് ബ്രേക്കർ, എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. ലൈനിൽ ഓവർലോഡ് വന്നാലും ഓട്ടോമാറ്റിക്കായി ലൈൻ കട്ടാവുന്ന ഒരു സേഫ്റ്റി എക്യുപ്മെന്റ്. നോർമൽ കേസിൽ ഇതുപോലൊരു റിസോർട്ടിൽ ELCV വേണ്ടതാണല്ലോ. മാഡം, നിങ്ങളിത് വാങ്ങിയതാണോ അതോ പണിയിച്ചതോ? വി ബോട്ട് ഇറ്റ് റീസെന്റ്ലി. ഇതൊക്കെ നീ എന്തിനാ അറിയണം? അല്ല മാഡം, വയറിംഗ് ക്വാളിറ്റി അറിയാൻ വേണ്ടി ചോദിച്ചതാ. വിൽക്കാൻ വേണ്ടി പണിയുന്നോടത്തൊക്കെ കോൺട്രാക്ടർ ഇതും കൂടി പണിത് കൊടുക്കാറുണ്ട്. ഫൈനൽ ബിൽ സെറ്റിംഗിൽ എന്തെങ്കിലും പേശലുണ്ടായാൽ മാത്രമേ അവന്മാർ ഇതുപോലെ പണി ഒപ്പിക്കാറുള്ളൂ. അയ്യോ, ഈ ടാപ്പിലെങ്ങാനും ആരെങ്കിലും തൊട്ടാ ആള് കരിഞ്ഞു പോവും. ഈ വെള്ളവും കരണ്ടും തമ്മിൽ അപകടകരമായ വല്ലാത്തൊരു ഡിങ്കോളിഫിക്കേഷൻ ഉണ്ടേ. പക്ഷെ കരണ്ടിന്റെ പണി കിട്ടുന്നത് നിങ്ങൾക്കായിരിക്കും. ഇനിയിപ്പോ എന്താ മോളുടെ പേര്? ടിങ്കു മത്യാസ് തരകൻ. മിടുക്കി. മോള് ടാപ്പിലൊന്നും പോയി തൊട്ടാക്കല്ലേ. ഇയാള് വന്ന കാര്യം തീർത്തിട്ട് പോവാൻ നോക്ക്. ഇവൾ അന്യരുടെ കയ്യിൽ നിന്നൊന്നും വാങ്ങി കഴിക്കാറില്ല. അങ്ങനെ ഇവളുടെ സ്കൂളിൽ. എവിടെ മോള് പഠിക്കുന്നേ? ബിഷപ്പ് മൂൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. എവിടെ? വാഗമൺ. ഓഹോ, എവിടെ ചേച്ചിയുടെ നാട്? കൊച്ചിൻ. അയ്യോ, എന്നിട്ട് നല്ല കോട്ടയം സ്ലാങ് ആണല്ലോ. ഭർത്താവിന്റെ വീടാ കൊച്ചിയില്. ബേസിക്കലി ഐ എം ഫ്രം പാല. അയ്യോ, പാലായിലോ? ഞാനും പാലക്കാരനാ ചേച്ചി. പാലായിൽ എവിടാ? ഇയാള് സംബന്ധത്തിന് വന്നതോ അത് ജോലി ചെയ്യാനോ? ചോയില്ലാത്തരം പറയല്ലേ ചേച്ചി. കെട്ടിയവനും കുട്ടിയുള്ളതായിട്ടാണോ സംബന്ധാലോചന? അതും ഈ ഞാൻ ചേ ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല. സോറി ചേച്ചി, സോറി. മോളെ, മമ്മിയുടെ ഹെയർ ഡ്രയർ എടുത്തിട്ട് വാ. സോറി ചേച്ചി, മനഃപൂർവ്വമല്ല. ചൂട് പിടിപ്പിച്ച സെറ്റിന്റെ മാത്രം. ചേച്ചി കുടിക്കാൻ എന്തെങ്കിലും എടുത്തേ. അയ്യോ ചേച്ചി, സൂക്ഷിക്കണേ, കറണ്ട് അടിക്കാൻ ചാൻസ് ഉണ്ട്. ചേച്ചി ഇങ്ങോട്ട് മാറി, ഞാൻ എടുത്തോളാം. തന്റെ പണി കഴിഞ്ഞോ? അതെന്താ ചേച്ചി അങ്ങനെ ചോദിച്ചേ? പിന്നെ എങ്ങനെ ചോദിക്കണം? ഞാനിതൊന്ന് തീർത്തോട്ടെ. ഔട്ട്.
എന്താ ചേച്ചി ഇത്? I said get out of my house. ഒരു മനുഷ്യപ്പറ്റില്ലാതെ പെരുമാറാതെ ഞാൻ പോവാൻ തന്നെ വന്നതാ. പറയുന്നൊന്ന് കേക്ക് ചേച്ചി. തന്നോടല്ലേ പറഞ്ഞ് ഇറങ്ങി പോവാൻ. റാണി റാണി ഇച്ചായ, എന്താ ഇച്ചായ, എന്താ ഇവിടെ? ആരാ ആരാ ഇയാള്? ഇയാളെ പിടിച്ച് പുറത്താക്ക്. എന്താ ഇയാൾക്ക് ഇവിടെ കാര്യം? ഏതാ ഇയാള്? ഞാൻ പറയാം സർ. ഇവിടുത്തെ വർക്കുകൾ ചെയ്യുന്ന ഇലക്ട്രിക്കൽ കൺസൾട്ടൻസിന്ന് വന്നതാ ഞാൻ. ഇവിടെ നിന്നൊരു സർവീസ് എൻക്വയറി ഉണ്ടായിരുന്നു സക്കീറിന്റെ. 6 മണി വരെ ഞാൻ അടുത്ത സൈറ്റിലായിരുന്നു. അതുകൊണ്ടാണ് നേരത്തെ വരാൻ പറ്റാഞ്ഞത്. എന്നാലും വിളിച്ച സ്ഥിതിക്ക് ഒന്ന് വന്ന് പറഞ്ഞിട്ട് നാളെ പണി തുടങ്ങാമെന്ന് കരുതി. ഇവിടെ വന്നപ്പോഴല്ലേ ഈ പുതിയ റിസോർട്ടിൽ ELCV ഇല്ല. തീർന്നില്ലേ? ഏത് നിമിഷം ആരും കരിഞ്ഞു പോകും. ഇലക്ട്രിസിറ്റിയുടെ കാര്യമില്ല സാറേ, അതിന് കണ്ണും മൂക്കും ഇല്ലല്ലോ. മാഡം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാന്ന് വെച്ച് ചില ലൊട്ടിലോടുക്ക് വേലകൾ ചെയ്യുമ്പോഴാ ഒരു പ്രകോപനം ഇല്ലാതെ ഈ ചേച്ചിയെ അടിച്ചത്. ഇവിടുന്ന് ആരും വിളിച്ചിട്ടില്ല ചായ. വിളിച്ചെന്നേ, സക്കീറ ഞങ്ങളുടെ ഓഫീസിലേക്ക് വിളിച്ചത്. എവിടെ അവൻ തന്ന നമ്പർ? ഇങ്ങതാ ഞാൻ പറയാം. 9744993926. ഈ മലമോളിൽ റേഞ്ച് ഒന്നും കാണത്തില്ല സാറേ. ഇച്ചായ ഇവനെ പുറത്താക്ക്, ഇല്ലെങ്കിൽ ഞാൻ. ഏയ് പ്ലീസ് ഗെറ്റ് ഔട്ട്. അതെങ്ങനെയാ സാറേ? ഞാൻ വന്നത് നിങ്ങളെ സഹായിക്കാനാ, അതും ഇവിടുന്ന് ഒഫീഷ്യലായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട്. ഞാൻ എന്റെ പണി ചെയ്യാനാ വന്നത്, അല്ലാതെ സാറിന്റെ അച്ഛയെ കയറി പിടിക്കാനൊന്നുമല്ല. ആദ്യം ചേച്ചി എന്നെ തല്ലിയത്. നിങ്ങളുടെ അച്ഛയുടെ അടി വാങ്ങിച്ചിട്ടേ ചുമ്മാ അങ്ങ് പോകാൻ പറ്റുമോ? ദേ ചോദിച്ചു നോക്ക്, എല്ലാത്തിനും മോള് സാക്ഷിയാ. ചോയ്ക്ക്. ഇറങ്ങടാ ചേട്ടേ. ഇറങ്ങൂല്ല സാറേ. ആരെ ഇവിടുന്ന് ഇറങ്ങുന്നൊന്നും കാണാലോ. ചുമ്മാ ബലം പിടിക്കണ്ട സാറേ, വെറുതെ ടെമ്പർ കൂട്ടിട്ട് ഒരു കാര്യമില്ല. നിന്നെ ഞാൻ ഇറങ്ങൂല്ല സാറേ. മമ്മിയല്ലേ അങ്കിളിനെ ആദ്യം തല്ലിയത്? രണ്ടാമത് തല്ലിയത് പപ്പയല്ലേ? കണ്ടോ, മൈനർ ആണെങ്കിലും സാക്ഷി എന്റെ ഭാഗത്താ. എന്ത് പണിയാണ് ഇഷ്ടം നീ കാണിച്ചേ? നീ രാത്രിയിലും സർവീസ് തുടങ്ങിയ? ഹായ് സാർ, ഹായ് ചേച്ചി. മോളു നീ നിർത്തിയിട്ട് വന്നേ, 2 എണ്ണം പിടിപ്പിച്ചിട്ട് നമുക്ക് നൈറ്റ് പാർട്ടിക്ക് പോകാനുള്ള. ഏയ് താനാരാ? ക്ഷമിക്കണം സാർ, ഇവൻ സാറ് വിളി മാത്രം വേണ്ട. അതെന്താ അങ്ങനെ വിളിക്കണ്ടെന്നല്ലേ പറഞ്ഞത്? അതെന്താ ഈ സാറിന് സാറേന്ന് വിളിച്ചാല്? എടാ, മലയാളം ശ്രേഷ്ഠ ഭാഷയാക്കിയത് നീ അറിഞ്ഞില്ലേ? അതെപ്പോ? അതൊക്കെ ഉണ്ടായി. പത്രം വായിക്കണടാ, പത്രം. ഇനിയെങ്കിലും അതുകൊണ്ട് സാർ എന്ന വിളി നമ്മൾ മലയാളികൾ നിർത്തണം. പിന്നെ എന്തോ വിളിക്കും? അത് നമുക്ക് ആലോചിക്കാം. നീ ഇങ്ങി വന്നേ, നമുക്ക് പാർട്ടിക്ക് പോകാനുള്ള. വരാം, പക്ഷെ ഇവിടുത്തെ പണി തീർക്കണമെങ്കിലേ ഇവിടെ ELCB ഇല്ല. ELCB ഇല്ലേ? ചേച്ചി, 4-5 കോടിയുടെ റിസോർട്ടല്ലേ ഇത്? ഒരു ELCB ഫിറ്റ് ചെയ്യണ്ടേ? ഇങ്ങോട്ട് വന്നേ. കൺട്രോൾ യുവർസെൽഫ് ആൻഡ് ബിഹേവ് പൊളൈറ്റ്ലി. എന്തൊക്കെ പറഞ്ഞാലും ചേച്ചി ഞാൻ ഒരേ നാട്ടുകാരാ. പക്ഷേ എനിക്ക് ഇവിടുന്ന് ഒരു അടി കിട്ടി. അടിക്കേ പോടാ. നീ വന്നേ, ഇന്ന് 2 എണ്ണം അടിച്ചിട്ട് പാർട്ടിക്ക് പോകാനുള്ളതാ. അത് രാത്രി പാർട്ടിയും കളികളും അല്ലേ, അതിന് പോണോ ചന്തു? ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് സോൾവ് ആക്കിയിട്ട് പോയാ പോരെ. എനിക്ക് രാത്രി പാർട്ടിയും കളികളും ഇഷ്ടം. അതെന്താടാ? രാത്രി നമ്മളെ പിന്തുടരുന്ന നിഴലുകൾ ഉണ്ടാവില്ലല്ലോ. അതൊക്കെ പോട്ടെ. നിന്നാരാ അടിച്ചെന്ന് പറഞ്ഞേ? വന്നേ. ഈ സാറാണോ? കണ്ടിട്ട് അങ്ങനെ തോന്നണില്ലല്ലോ. സത്യമാണോ? ഞങ്ങൾക്കത് ചെയ്യേണ്ടി വന്നു. വേണ്ടി വന്നാൽ നിനക്കൊക്കെ പണി ഇനിയും തരും. അത് കൊള്ളാം. എന്ത് പണി കിട്ടിയ ശമ്പളവും കിട്ടുമല്ലോ. കോമഡി. ക്ഷമിക്കാൻ ഞാൻ മഹാത്മാവൊന്നുമല്ലോ. ഒരു പെണ്ണിന്റെ അടി വാങ്ങിയിട്ട് അത് ഒരു പ്രകോപനമില്ലാതെ എന്നെ തല്ലിയിട്ട് ക്ഷമിക്കാനോ? അതിനിപ്പോ എന്താ വേണം? നിനക്ക് നഷ്ടപരിഹാരം വേണം? ആത്മാഭിമാനത്തിന് മുറിവേറ്റ ആണിന് ഇവരെന്തോ നഷ്ടപരിഹാരം തരും?
മാപ്പ് പറയണം. ഓ അത്രേ ഉള്ള ചേച്ചി, ഒരു മാപ്പ് പറഞ്ഞേ. ഇച്ചായ ഇവന്മാരെ പുറത്താക്ക്, അല്ലെങ്കിൽ പോലീസിനെ വിളിക്ക്. എന്താ ചേച്ചി ഇത്? എന്റെ കൂട്ടുകാരനെ തല്ലിട്ട് ഞങ്ങളെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുന്നോ? കൊള്ളാമല്ലോ ഇത്. കൃത്യമായ മേൽവിലാസമുള്ള കമ്പനിയിൽ നിന്ന് തന്നെയാ ഞങ്ങൾ വരുന്നത്. ഇവിടെ ഇപ്പൊ ഒരു മൈനർ സാക്ഷിയുണ്ട്. അഥവാ കേസായ ഈ കുഞ്ഞ് സത്യം പറയും, ചേച്ചി കുടുങ്ങും. ഞാൻ വേണേ രമ്യമായൊരു പരിഹാരം ഉണ്ടാക്കാം. ഞങ്ങൾക്ക് നൈറ്റ് പാർട്ടിക്ക് പോകാനുള്ളതാ. എന്ത് പരിഹാരം? നിക്കേ പറയാം. ചേച്ചി കുടിക്കാൻ എന്തെങ്കിലും എടുക്കോ? വല്ലാത്ത പരവേശം. കുടിക്കാൻ എന്തെങ്കിലും എടുക്കുക ചേച്ചി, അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ. എന്താ എന്താ ഉദ്ദേശം? വെള്ളം. റാണി, നീയൊന്നും കളിക്കണ്ട കേട്ടോ. വന്ന പോലെ ഇവിടുന്ന് പോകത്തില്ല, പറഞ്ഞേക്കാം. ഇതെന്താ സാറേ, ചേച്ചി ഒരു മാപ്പ് പറഞ്ഞ കാര്യം തീരും. എനിക്കൊരു വാശിയില്ല. വാശി ഇവനാ. ഉള്ളത് പറഞ്ഞ ഇങ്ങനെ വാശി പിടിക്കുന്നവരാ എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം. ഒരു മാപ്പ് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ സാറേ. ഗ്ലാസ് തറയെ വീണുടഞ്ഞാൽ തീർച്ചയായിട്ടും നനഞ്ഞ തുണി കൊണ്ട് തുടയ്ക്കണം. എന്താ സാറേ ഇങ്ങനെ വയലന്റ് ആവുന്നേ? സാറിന് ചേച്ചി എന്നോട് ക്ഷമ പറയുന്നത് ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. എന്റെ മത്യാ സാറേ, വയലൻസ് നമ്മളെ പോലുള്ള സിവിലൈസ്ഡ് സൊസൈറ്റിക്ക് ഭൂഷണമേ അല്ല. പുറത്ത് പോടാം. അതെങ്ങനെയാ സാറേ ഇത്? നിന്നെയൊക്കെ കാണിച്ചു തരാം. ആ ചേച്ചി കൊള്ളാലേ. സൂപ്പർടാ, സൂപ്പർ സാധനം. വളയോ? അതൊക്കെ വീഴൂ നീ. നീ എന്നാ പണിയാ കാണിച്ചേ? നീ മാറിയെന്ന്. സോറി സാർ, സോറി. എന്തുവാടാ ഇത്? ചേച്ചി ആ ചെയറിങ് എടുത്ത്. പോലീസിന് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല ചേച്ചി, ഇതൊരു ചെറിയ ചതവല്ലേ ഉള്ളൂ. കരയണ്ട സാറേ, കരയണ്ട. ഒരടിയല്ലേ കൊണ്ടുള്ളൂ. കാലിങ്ങനെ പൊക്കി വെച്ച ഒരു കുഴപ്പമുണ്ടാവില്ല. അവൻ അറിയാതെ പറ്റിയതാ. സാർ പേടിക്കാതെ. ഫോൺ വേണം? വേണ്ടെങ്കി വേണ്ട. എന്റെ സാറേ, ഞങ്ങൾ കയ്യേറ്റത്തിനൊന്നും വന്നല്ല കേട്ടോ. സാറ് പേടിക്കണ്ട, ഞാനൊരു ഇൻകംപ്ലീറ്റ് MBBS കാരനാണേ. കുടുംബ പ്രശ്നങ്ങൾ കാരണം പഠനം തുടരാൻ പറ്റിയില്ല. എന്നാലും ഓർത്തോ എന്റെ ഇഷ്ട വിഷയമായിരുന്നു കേട്ടോ. ആക്ച്വലി കാൽമുട്ടി ചിരട്ട എന്നാൽ വളരെ പ്രധാനപ്പെട്ട ശരീരഭാഗം. ശരിക്കും ഇവനാ നമ്മളെ ചലിപ്പിക്കുന്നത് തന്നെ. വേദനയുണ്ടോ? മുട്ട് ചിരട്ടയ്ക്ക് ചെറിയൊരു പൊട്ടലുണ്ട്. സാരമില്ല, നമുക്ക് ശരിയാക്കാം. ഇവൻ ഭയങ്കര ചൂടനാ, ഒന്ന് തണുക്കട്ടെ. അച്ചായോ, ഈ കോന്തൻ MBBS പകുതിയാ കേട്ടോ. അത്രയ്ക്ക് അങ്ങ് വിശ്വസിക്കണ്ട. കേരടില്ലേ, മുറിവൈദ്യന് ആളെ കൊല്ലുന്നു. ഒന്ന് പോടാ. നീര് കുറയ്ക്കാനും ചതവ് മാറ്റാനൊക്കെ എനിക്കറിയാം. നിനക്കറിയാം, മാങ്ങാത്തൊലി അറിയാം. ഒന്നും മിണ്ടായിരിക്കും ചേ. പ്ലീസ്, നിങ്ങൾ ഇവിടുന്ന് ഒന്ന് പോയി തരൂ. പോകാൻ സാറേ, ഏതായാലും ഇത് പറ്റിപ്പോയില്ലേ. ഇതിന്റെ ബാക്കി നോക്കുകയാണ് ഇപ്പൊ നമുക്ക് വേണ്ടത്. ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ മനസ്ഥിതി കൈവിടാൻ പാടില്ല ആരും. സത്യം പറയൂ, നിങ്ങൾ ആരാണ്? എന്താ ഉദ്ദേശം? ഈ എന്ത് തന്നെയാണെങ്കിലും പറയൂ. ഒരു വായിൽ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഒന്നിച്ച് ചോദിച്ചാ ഞങ്ങൾ ബുദ്ധിമുട്ടിപ്പോവും സാറേ, അല്ലടാ? പിന്നെ അടി. മോളെ, മോളെ, അതിനെങ്കിലും വെറുതെ വിടൂ. ഞങ്ങൾ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു? ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ പെരുമാറ്. ഞങ്ങൾക്കുള്ളത് എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, തരാം. എന്ത് വേണമെങ്കിലും തരൂ. നിന്റെ ഓഫറുകളെല്ലാം ഞങ്ങൾക്ക് വേണം. പോക്കിരികളായ ഞങ്ങളുടെ മനോനിലയുടെ ഉന്മാദ ചൂടിന്മേൽ പെയ്തിറങ്ങാൻ നീ ഒരു മഴയായി ഞങ്ങൾക്ക് വേണം.
ഇവിടെ വരും വരെ ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരൻ ഞാനാന്നാ വിചാരിച്ചിരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞോ? കാഴ്ചയും മാറി, കാഴ്ചപ്പാടും മാറി. സൗന്ദര്യത്തിന്റെ നിറകുടമല്ലേ നിൽക്കുന്നത്. അവർണ്യമായ അങ്കലാവണ്യത്തിന്റെ ആലയമാണിത്. സൗന്ദര്യ ദേവതയുടെ ആരൂഢമാണ് നീ. ലാവണ്യ സുരഭിലമായ ആരാമത്തിൽ മതിച്ചു നിൽക്കുന്ന തേൻവണ്ടിനെ പോലെ ഞാൻ ഈ സൗന്ദര്യത്തിൽ മതിമറക്കുന്നു. ഡാടാ, ഒരു കുട്ടി ഇവിടെ ഉണ്ടെന്നുള്ള ഓർമ്മ വേണം. മോള് തലഴ്ത്തിരുന്നു. തല താഴ്ത്തി. പ്ലീസ് എന്റെ മോളൊന്നും ചെയ്യരുത് പ്ലീസ്. പണം വേണോ അതോ ഞങ്ങളുടെ സ്വത്ത് വേണോ? അല്ല, നിന്റെ അപ്പം കൊമ്പിക്കുന്നേൽ അവറച്ചൻ കള്ളു കച്ചവടം നടത്തിയുണ്ടാക്കിയ കള്ളപ്പണമല്ല. നിന്റെ പൊന്നാങ്ങള ടൂറിസം മന്ത്രിയുടെ പി എ ടോണിച്ചൻ കുട്ടിക്കാലത്തും വാഗമണിലും ഭൂമി കയ്യേറി പണിയിച്ച കൊട്ടാരങ്ങളിലെ അന്തുവിറക്കമല്ല. മുരിക്കിൻ പൂ പോലത്തെ ചുണ്ടുകൾ, കരിങ്കോവിതളങ്ങൾക്ക് ദാസ്യം കൊടുത്ത മിഴികൾ, ചന്തമിഴും വാർമുടി ഇഴകൾ, ചന്ദനവർണ്ണമെഴും മേനിയഴകൾ. ഒന്നു പറ്റ തള്ളയെ കുറിച്ചാണ് നിന്റെ ഈ വർണ്ണനയൊക്കെ. അതേടാ, ഈ അച്ചായന്റെ കയ്യിൽ എത്ര പഴകിയാലും ആസ്വദിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു അചുംബിത ലാവണ്യം ഇവളിൽ ഇനിയും ബാക്കിയുണ്ട്. ഹോ, അനാക്രാത കുസുമമാ മംഗലാവണ്യമേ സ്വസ്തി. അയ്യോ, എനിക്കിതൊന്നും കാണാൻ വയ്യായേ. സാറേ, സാധനം വലിയൊരു അടിക്കാൻ തുറന്ന മതി. വേണ്ട. കുട്ടി എവിടെ പോയോ? നീ എന്ത് നോക്കിക്കായിരുന്നു ഇവിടെ? നീ ഇവിടെ നിൽക്ക്, ഞാൻ നോക്കിട്ട് വരാം.
ഇതൊക്കെ എന്താ? ഇവന്മാരൊക്കെ ആരാ? അച്ചായന് ഒന്നും പിടികിട്ടുന്നില്ല മോളെ. ഏയ് എന്താ സാറേ ഇത്? അങ്ങനെ അങ്ങ് പോയാലോ സാറേ? നിങ്ങൾ തന്ത്രങ്ങൾ ഇവിടെ നനയുമ്പോ അതിന്റെ അപ്പുറത്തെ കുതന്ത്രങ്ങൾ ഞങ്ങൾ പണിയും. അത് മറക്കണ്ട സാറേ. മതിയടാ, നിർത്ത്. നേരം വെളുക്കാറായി. ഓർത്തോ, പണി പാടുവേ. ഇല്ല മോനെ, അതിന് ചന്തു മറ്റൊരു ജന്മം എടുക്കണം. എല്ലാത്തിനും നമ്മൾ ഈ കനലിൽ കെട്ടി തൂക്കും. നീ ആദ്യം പോയി ആ കുട്ടിയെ കണ്ടുപിടിക്കേ. അതെങ്ങാനും അടിവാരത്തെത്തിയാൽ പിന്നെ പറയണ്ടല്ലോ. നമുക്ക് കാണാം. പിന്നെ ഇവനെ ഞാൻ എടുക്കുക. തോക്കെടുക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ വെടി വെക്കാൻ അറിയണം. കണ്ടോ? എഴുന്നേക്കാൻ പറ്റുന്നില്ല റാണി. എന്റെ കർത്താവേ റാണി, വെള്ളം വെള്ളം. മോളെ നീ പോയി രക്ഷപ്പെടും മോളെ. ഞാൻ മാത്രം ഓ ഇല്ല ചേ, ഈ ചെകുത്ത മരനെ കൊന്നോട്ടെ, എന്നാലും ഞാൻ ഈ ചേന വിട്ട് പോവില്ല. എന്റെ മോള് പോ.
എത്ര കാലം നമ്മൾ ഒന്നിച്ചു കഴിഞ്ഞാലും ഇതുപോലെ ഒന്നിച്ച് മരിക്കാൻ പറ്റുമോ? ഇല്ല, ഞാൻ പോവില്ല. നമ്മുടെ കുഞ്ഞ് അവള് പൊന്നുമോളെ പോ. പുറത്തിറങ്ങിയ ഒരു സഹായത്തിന് ആരെങ്കിലും കാണില്ലേ? പോ. സംഗീതം പഠിച്ചിട്ടുണ്ടോ മാത്യാസ്? നല്ല രാഗം. അവള് രക്ഷപ്പെട്ടു നീ സ്വപ്നം കാണണ്ട മാത്യാസേ. കലിപൂണ്ട് നടക്കുന്ന കാട്ടാന കൂട്ടങ്ങൾ അവളെ വലിച്ചു കീറും. ഇത്രയൊക്കെ ചെയ്തിട്ടും മതിയല്ല നിനക്ക്? അല്ലെങ്കിൽ എന്തിനാ ഞങ്ങൾ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നതെന്നൊന്ന് പറയും. താൻ ബൈബിൾ വായിച്ചിട്ടുണ്ടോ? സത്യത്തിന്റെ ഗുണത്തെപ്പറ്റി അതിൽ മനോഹരമായ വചനങ്ങളുണ്ട്. അതെന്താ മത്യാസേ, താൻ വിശ്വാസിയല്ലേ? എങ്കിൽ കേട്ടോ, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അതാണ് മത്യാസേ ആ ബൈബിൾ വചനം. അതുകൊണ്ട് സത്യം പറ, വയനാടൻ കന്യാവനത്തിലെ ഈ ഇടത്താ വെള്ളത്തിൽ, ഈ റിസോർട്ടിൽ നീയും കുടുംബവും എന്തിനു വന്നു? പറ, സത്യം പറ. പ്ലഷർ നുണ. പ്ലഷറിനാണ് വണ്ടർലായിലോ വാട്ടർ തീം പാർക്കിലോ പോയാ പോരെ മത്യാസേ. സത്യം പറ, തനിക്ക് ഒരവസരം കൂടി തരാം. സത്യം പറഞ്ഞ സത്യമായും തനിക്ക് അത് ഗുണം ചെയ്യും. ഞങ്ങൾക്ക് പുതുതായി കിട്ടിയതാ ഇവിടം. ഇവിടമെന്നാൽ ഈ സ്റ്റാർ കാറ്റഗറി റിസോർട്ടും 5 ഏക്കർ പറമ്പും അല്ല കിട്ടിയെന്ന് പറയുമ്പോ ആരാ അത്ര വലിയ ഉദാര മനസ്കനായ ദാനധർമ്മി? എന്റെ സുഹൃത്ത്. ഒരു ഉത്തരം പറയുമ്പോ വ്യക്തത വേണം, കൃത്യത വേണം. ആരാത്? കൊച്ചിയിലെ മാഗ്നൻ ഡെവലപ്പേഴ്സിലെ വർമാജി. ആ പറഞ്ഞത് സത്യം. വിവരാവകാശ നിയമപ്രകാരം ഞങ്ങൾ കണ്ടെത്തിയ അതേ സത്യം. ഈ റിസോർട്ടിന്റെ ഉടമ വർമാജി തന്നെ. ഇനി പറ, വർമാജി ആർക്ക് തന്ന ഈ റിസോർട്ട്? എന്റെ ഭാര്യയ്ക്ക്. ഏതു വകയില്?
എന്റെ ഭാര്യയുടെ ഒരു ക്ലയന്റ് ആണ് വർമാജി. ഓ അതെന്താ, തന്റെ ഭാര്യയ്ക്ക് വല്ല കച്ചവടം ഉണ്ടോ? അല്ല, തന്റെ ഭാര്യ വർമാജിയുടെ ക്ലയന്റാന്ന് പറഞ്ഞോണ്ട് ചോദിച്ചതാ. പറയടോ, ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ അയാള് തന്റെ ഭാര്യയുടെ ക്ലയന്റ് ആവുന്നേ? ഭാര്യയുടെ ബാങ്കിലെ ഒരു ക്ലയന്റ് ആണ് വർമാജി. കോർപ്പറേറ്റ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ CDBAയുടെ കൊച്ചി ബ്രാഞ്ചിന്റെ GM ആണ് തന്റെ ഭാര്യ റാണി മത്യാസ് തരകൻ. അതേ ബാങ്കിലെ ഒരു അക്കൗണ്ട് ഹോൾഡർ മാത്രമാണ് വർമാജി, അല്ലേ? സോറി, തെറ്റി. അങ്ങനെ തെറ്റാൻ പാടില്ലല്ലോ, അതും തന്റെ പെമ്പർനോത്തിയുടെ കാര്യമാവുമ്പോ. പറ, എന്ത് സഹായ തന്റെ ഭാര്യ വർമാജിക്ക് ചെയ്തു കൊടുത്തത്? 500 കോടി രൂപ അവർക്ക് ബാങ്ക് ലോൺ അനുവദിച്ചു കൊടുത്തു. കറക്റ്റ്. ഇല്ലീഗലായി ഫേക്ക് ഡോക്യുമെന്റ്സിന്റെ ബലത്തിൽ തന്റെ ഭാര്യ മാഗ്നം ഡെവലപ്പേഴ്സ് വർമാജിക്ക് 500 കോടി രൂപ ബാങ്ക് ലോൺ അനുവദിച്ചതിന് പകരമായി കിട്ടിയ സമ്മാനം വയനാടൻ റിസോർട്ട്സ്. അതിലാണ് മത്യാസെ താനിങ്ങനെ വീണ് കിടക്കുന്നത്, അല്ലേ? പ്ലീസ് ഒന്ന് നിർത്ത്. എല്ലാം നിങ്ങൾ എടുത്തോ, അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, തരാം. എന്ത് വേണമെങ്കിലും തരുമോ? നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയുടെ ജീവിതം തരുമോ? അവളുടെ ജീവൻ തിരിച്ചു തരാൻ പറ്റുമോ? പണക്കാരനെ എന്നും പണക്കാരനായി നിലനിർത്താൻ നിങ്ങളൊക്കെ നന്നായി പണിപ്പെടുന്നുണ്ട് മത്യാസേ. പക്ഷെ നിങ്ങളുടെ അത്തരം തന്ത്രങ്ങൾക്കിടയിൽ ബലിയാടായി പോകുന്നത് ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരുടെ തലമുറയാ. മനസ്സിൽ മഴയാ ഇനിയും പൊഴിയും എരിയും സ്മൃതിയിലെ നറുത്തേ മൊഴിയുമാ നിലവിൻ നിറവേ തിരികെ വരുമോ വിടരും കളികളും ചിരികളും കരളിലെ തേങ്ങല കിളികളി കനവിലെ കതിരുകൾ പാൽ പൊതിയുമാ ചിതലിടും ചില്ലയിൽ തുറുകും നോവുമായി വെറും 1 ലക്ഷം രൂപ തന്റെ ഭാര്യ കടമായി അനുവദിച്ചിരുന്നെങ്കിൽ എന്റെ കുഞ്ഞു പെങ്ങളുടെ ജീവിതം കൈവിട്ടു പോകില്ലായിരുന്നു. അവളുടെ കുരുന്നു സ്വപ്നങ്ങൾ തകരില്ലായിരുന്നു. തന്റെ ഭാര്യ മാഗ്നം വർമാജിയെ പോലുള്ള സമ്പന്നർക്കായി നിലകൊള്ളുമ്പോ പണക്കാരനെ എന്നും പണക്കാരനായി നിലനിർത്താൻ അധികാരം വിനിയോഗിക്കുന്നവരുടെ കണക്ക് പറയാൻ ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരുണ്ടെന്ന് നീയൊക്കെ അറിയണം. അതിന് ഞാൻ
നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ പരിധിക്ക് പുറത്താണ്, അല്ലെങ്കിൽ ഇപ്പോൾ പ്രതികരിക്കും. വേണ്ടി ഡയൽ ചെയ്യുക. POK ഇൻഫോർമേഷന് വേണ്ടി 7 ഡയൽ ചെയ്യുക. കസ്റ്റമർ സർവീസ് അസോസിയേറ്റുമായി സംസാരിക്കുന്നതിന് വേണ്ടി 9 ഡയൽ ചെയ്യുക. ഞങ്ങളുടെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് ഉടൻ തന്നെ കോൾ അറ്റൻഡ് ചെയ്യപ്പെടുന്നു. ദയവായി ലൈനിൽ തുടരുക. നമസ്കാരം, ഞാൻ മനു. ഞാൻ താങ്കളെ എങ്ങനെയാണ് സഹായിക്കേണ്ടത്? ഹലോ 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 സർ, ഞാനും എൻ്റെ കുടുംബം അപകടത്തിലാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ഞങ്ങൾ കൊല്ലപ്പെടും. പ്ലീസ് ഞങ്ങളെ ഒന്ന് സഹായിക്കൂ. സാർ ഏത് നമ്പറിൽ നിന്നാണ് വിളിക്കുന്നത്? അറിയില്ല. ഇത് ഫോണിന്റെ കസ്റ്റമർ തന്നെയല്ലേ സംസാരിക്കുന്നത്? അല്ല, ഇത് മറ്റൊരു ഫോണാ. സാർ വിളിക്കുന്ന നമ്പർ 8953365532. ഞാൻ താങ്കളെ എങ്ങനെയാണ് സഹായിക്കേണ്ടത്? ഞാനും എൻ്റെ കുടുംബവും ഹൗസ് അറസ്റ്റിലാണ്. 2 ക്രിമിനലുകൾ ഇപ്പൊ ഞങ്ങളെ കൊല്ലും. ആരെങ്കിലും ഒന്ന് അറിയിക്കൂ പ്ലീസ്. സോറി സാർ, ഇത്തരം പേഴ്സണലായ കാര്യങ്ങൾ സംസാരിക്കാൻ ഇവിടെ ഓപ്ഷൻ ഇല്ല. താങ്കൾക്ക് മറ്റെന്തെങ്കിലും അറിയണോ? ഇല്ല, ഒന്നും അറിയാനില്ല. വളരെ നന്ദി സാർ. ഞങ്ങളുടെ സർവീസിൽ താങ്കൾ തൃപ്തനാണോ? മോളെ എന്താ, എന്തു പറ്റി? ഈ രാത്രി എന്താ ഇവിടെ? സാറിവിടെ? രക്ഷിക്കണം ചേട്ടാ, ഞങ്ങൾ 2 പേര് കൊല്ലാൻ വന്നു. എന്റെ ഇച്ച എന്റെ കാല് തല്ലി ഒടിച്ചു. എന്റെ കുഞ്ഞിനെയും കാണുന്നില്ല. മോള് കരയാതെ. എന്തേലും പറയുമ്പം കരയുന്ന പെണ്ണുങ്ങളെയും ചിരിക്കുന്ന ആണുങ്ങളെയും വിശ്വസിക്കരുതെന്നാ. മോള് കാര്യം പറഞ്ഞു. ഞങ്ങള് പാലക്കാരാ. ഞാനും ഇച്ചാനും മോളും ആ റിസോർട്ടിൽ 2 ദിവസം താമസിക്കാൻ വന്നതാ. ഏത് റിസോർട്ട്? വയനാടൻ റിസോർട്ട്. ചുമ്മാതെ അങ്ങനെ 2 പേരങ്ങ് ഉപദ്രവിക്കാൻ വരുമോ? എനിക്കറിയാവുന്ന സ്ഥലമായത്. എന്നാ ഒന്ന് കണ്ടിട്ടാണ് കാര്യം. മോള് വണ്ടിയെ കയറ്. അങ്ങനെ അങ്ങ് വിട്ടാൽ ശരിയാകുമല്ലോ. ഈ നാട്ടിൽ ചോദിക്കാനും പറയാനും ആരെങ്കിലൊക്കെ ഉണ്ടെന്ന് അവന്മാരും മനസ്സിലാക്കട്ടെ. ഒന്നല്ലേ നമ്മൾ കുറേ കാലം ആയില്ല ഇതിലെ ഇത് ഉരുട്ടിക്കൊണ്ട് നടക്കാൻ തുടങ്ങി. വയനാടൻ റിസോർട്ട് എനിക്കറിയാം. വയനാടൻ കുന്നിലെ ഏറ്റവും കണ്ണായ സ്ഥലത്താണ് ആ റിസോർട്ട് ഇരിക്കുന്നത്. ഞാനവിടെ കോട്ടം പോകാറില്ല. അത് കൊച്ചിക്കാരുടേതാ. ഒരു മാഗ്നം ഡെവലപ്പേഴ്സ് വർമാജി. അതെ വർമാജി. കേരളത്തിൽ വർമാജിയെ അറിയാത്ത ആരാ ഉള്ളത്? കൊച്ചി ഫ്ലാറ്റ് പണിയാൻ 500 കോടി ബാങ്ക് ലോൺ എടുത്തിട്ട് തറക്കല്ലിടിയിലും ഭൂമി പൂജയും മാത്രം നടത്തിയവരല്ലേ അവര്? വർമാജി കുടിലബുദ്ധിക്കാരനാ. ബാങ്ക് GMന് നല്ല കമ്മീഷനും സമ്മാനവും ഒക്കെ നൽകി 500 കോടി ലോൺ തരപ്പെടുത്തി. എന്നിട്ടിപ്പം ഫ്ലാറ്റ് പണിയാതെ കേസ് നടത്തും. സിറ്റിംഗ് ഒന്നിന് ലക്ഷങ്ങൾ വാങ്ങുന്ന ചന്ദൻ പട്ടേല കേസിന്റെ വക്കീൽ. പട്ടേലിന് വേണ്ടി 1-2 കോടി ചെലവാക്കിയാലും കമ്മീഷനും സമ്മാനവും കൊടുത്ത കാശ് കഴിഞ്ഞ് ബാക്കി രാജഖജനാവിലെ പണം വർമാജിക്കല്ലേ. ഇനി കേസ് തോറ്റ് ജയിലിൽ 5 വർഷം കിടന്നാലും ലാഭമല്ലേ? 5 വർഷം ജോലി ചെയ്താ ആർക്കേലും അത്രയും വലിയ സംഖ്യ സമ്പാദിക്കാൻ പറ്റുമോ? അതാണ് കളി.
പേടിക്കണ്ട മോളെ, അവൻ എന്റെ മോനാ. നിനക്ക് എന്താ വേണ്ടത്? എന്തിനാ ഞങ്ങൾ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? എന്റെ അനുജന്റെ പ്രായം നിനക്കുള്ളൂ. പറ, എന്താ നിനക്ക് വേണ്ടത്? പറയാം. നാളെ നിങ്ങൾക്ക് ഇവിടെ വരുന്ന VIP ഗസ്റ്റ് ആരാ? മന്ത്രി മാമച്ചൻ. ടൂറിസം പൊതുമരാമത്ത് മന്ത്രി. ഇനി പറ, മാമച്ചൻ മന്ത്രിയുടെ നാളത്തെ ഇവിടുത്തെ സ്വകാര്യ സന്ദർശനം എന്തിനാ? പറയാൻ. ഈ ചേന്റെ ഒരു പ്രൊജക്റ്റില് ഒപ്പുവെക്കാൻ വേണ്ടി. നിന്റെ കെട്ടിയോൻ മത്യാസ് വർക്കി തരകൻ കൊച്ചിയിലെ എവല്യൂഷൻ കേരള നിക്ഷേപ സംഗമത്തിൽ വെച്ച് സർക്കാരിന്റെ അച്ചാരം വാങ്ങിയ മെഗാ ടൂറിസം പ്രൊജക്ട് ദ പാരാഗ്ലൈഡിംഗ് വെഞ്ചർ, അതിന്റെ കരാറിൽ ഒരു അമേരിക്കൻ സാഹിബിനൊപ്പം നിന്റെ പുന്നാര അച്ചായൻ മന്ത്രി മാമച്ചന് വേണ്ടി ബിനാമിയായി നാളെ തുല്യം ചേർത്തുന്നു. അവന്റെ അമ്മയുടെ പാരാഗ്ലൈഡിംഗ്. വയനാടൻ കുന്നുകൾക്ക് മേലെ പണമുള്ളവർക്ക് പറന്നുല്ലസിക്കാൻ ആകാശ നൗകകൾ ഇറക്കുന്ന 1000 കോടിയുടെ പദ്ധതി. എന്നിട്ട് വികസനം കൊണ്ടുവന്നതിന്റെ പേരിൽ മന്ത്രി മാമച്ചന് കയ്യടി. വയനാടൻ വനാന്തരങ്ങളിൽ പോഷകാഹാരക്കുറവ് മൂലം മരിക്കാൻ കിടക്കുന്ന ആദിവാസികളുടെ കയ്യടി. എനിക്കും എന്റെ കുഞ്ഞിനും ഇതിലൊരു പങ്കുമില്ല. അങ്ങനെ അങ്ങ് കൈകഴുകിയൊഴിയണ പീലാത്തോസിനെ പോലെ ആവല്ലേ. പേടിക്കണ്ട, ചേച്ചിയും കുഞ്ഞിനെ ഞാൻ ഒന്നും ചെയ്യത്തില്ല. പക്ഷെ ഒന്നെനിക്കറിയണം, നിങ്ങളുടെ അച്ചായനും മന്ത്രി മാമച്ചനും കൂടെ കൊച്ചി നടത്തുന്ന ഒരു തുണിക്കടയില്ലേ, MVM സിൽക്സ്. എനിക്ക് അവിടുത്തെ ഒരു കാര്യം അറിയില്ല. നിന്റെ ഒരു പെങ്ങളാ പറയുന്നെന്ന് കരുതിയാ മതി. പെങ്ങൾ? എനിക്കും ഉണ്ടായിരുന്നൊരു മൂത്ത പെങ്ങൾ. അമ്മയില്ലാത്ത ഞങ്ങളെ പോറ്റാൻ വയസ്സുകാലത്ത് പാട്ടവണ്ടി ഓടിക്കുന്ന ടാക്സിക്കാരനായ ഒരു അച്ഛനും. എന്നെ ഒരു എഞ്ചിനീയർ ആക്കാൻ ചേച്ചിക്കായിരുന്നു ആഗ്രഹം. അതുകൊണ്ടാണ് എന്റെ ചേച്ചി ജോലിക്ക് പോയി തുടങ്ങിയത്. ചേച്ചിയെ ഒന്ന് വേഗം വന്നേ, എനിക്കിന്ന് കാലത്തെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള. ഒന്നെടുത്ത് കഴിക്കണ്ട ചന്തുവേ, ഇപ്പോഴും ചെറിയ കുട്ടിയെന്നാ വിചാരം. എന്തുവാടാ മോനെ കിടന്ന് ഒച്ച വെക്കുന്നേ? ആ പ്ലേറ്റ് ഇങ്ങോട്ട് വാ, ഞാൻ വിളമ്പി തരാം. നിന്റെ ഒരു കാര്യം ദാ കഴിക്കും. ആ 1-2 മുറിഞ്ഞിട്ടുണ്ട്, സാരമില്ല. നിനക്ക് പോകാൻ തിരക്കായോ? വേഗം പോണോ അച്ഛാ? ആദ്യം കഴിക്കേ. ചേച്ചിയെ ഒരു മേക്കപ്പ് ഇല്ലെങ്കിലും എന്റെ ചേച്ചി സുന്ദരിയല്ലേ? നീ ഇന്ന് പോയ ഇനി എന്നാ മോനെ വരുന്നേ? ഞാൻ അടുത്ത വീക്കെൻഡിൽ വരും അച്ഛാ. പിന്നെ ഹോസ്റ്റലിലാണെങ്കിൽ മൂട്ടയ്ക്കും കൊതുകിന് യാതൊരു കുറവുമില്ല. ചന്തു, അച്ഛൻ ചായയിൽ ഷുഗർ തട്ടുന്നുണ്ടെന്ന് നോക്കിക്കോണേ. നീ ഒന്ന് പോടി. അച്ഛന്റെ ജീവിതത്തിലെ മധുരമൊക്കെ എന്നേ പോയതാ. 2 വർഷോടെ കഴിഞ്ഞാൽ ഞാനൊരു എഞ്ചിനീയർ ആവൂലേ, പിന്നെ അച്ഛന്റെ കഷ്ടപ്പാടൊക്കെ മാറൂലേ. പക്ഷെ ഓരോ സെമ്മിലെയും ഫീസിന്റെ നോട്ടീസ് വരുമ്പോഴാ ടെൻഷൻ. നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, അതൊക്കെ അച്ഛൻ നോക്കിക്കോളാം. ഏതായാലും ഇത്രയൊക്കെ എത്തിച്ചില്ലേ. ഫീസും ചെലവും ഒക്കെ ഓർക്കുമ്പോഴാ ആ കോളേജിൽ ചേരുണ്ടായിരുന്നു ചിലപ്പോൾ തോന്നുന്നു. അതെന്താ മോനെ? കഴുത്തറപ്പം കച്ചവടം അല്ലേ അച്ഛാ ഇപ്പം നടക്കുന്നത്. ഇപ്പം എഞ്ചിനീയറിംഗ് കോളേജുകളും MBBS കോളേജുകളും ഒക്കെ അഴിമതിക്കാരുടെയും മാഫിയകളുടെയും പിടിയിലല്ലേ. അവർക്ക് നല്ല ഇമേജ് ഉണ്ടാക്കാൻ ഇപ്പം കോളേജുകളല്ലേ നടത്തുന്നത്. ലാഭമായി ഇമേജുമായി. ആദ്യം നന്നായി പഠിക്കാൻ നോക്ക്, എന്നിട്ട് മതി സാമൂഹ്യ വിമർശനമൊക്കെ. മനസ്സിലായോ? എനിക്ക് വേണ്ടി അച്ഛനും ചേച്ചിയും കഷ്ടപ്പെടുന്നത് കാണുമ്പോഴാ. അമ്മ ഇതൊക്കെ മുകളിലിരുന്ന് കാണുന്നുണ്ടാവല്ലേ? അവളെല്ലാം കാണുന്നുണ്ട് മോനെ. അവളുടെ സ്വപ്നത്തിലേക്കാണ് നീ വളരുന്നത്. നിന്നെ ഒരു എഞ്ചിനീയർ ആക്കണമെന്നാ അവളുടെ സ്വപ്നത്തിലേക്ക്.
ഏതെങ്കിലും ഒരു ചാനൽ വെക്കുമോനെ, എല്ലാം ഇങ്ങനെ ഇട്ട് ഓടിക്കാതെ. അച്ഛൻ തന്നെ വെച്ച് കണ്ടോ. ഇങ്ങോട്ടാ. മോളെ നീ എത്തിയോ? ചേച്ചി ബാങ്ങി വന്നേ. ഇതിലൊന്നുമില്ലടാ. എന്നാലും ഞാനൊന്ന് നോക്കട്ടെ. ഈ ചെറുക്കന് ഒരു കാര്യം. അച്ഛനിന്ന് നേരത്തെ പോന്നോ? ഓ, മഴയായ കാരണം ഓട്ടോ ഒന്നുമില്ല മോളെ. ഞാനത് കാരണം വണ്ടിയും കൊണ്ട് നേരത്തെ ഇങ്ങ് പോകുന്നു. നീ നേരത്തെ വരുമെന്ന് രാവിലെ എങ്ങാനും ഒന്ന് പറഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇങ്ങോട്ട് പോരായിരുന്നല്ലോ. ഞാനിപ്പോൾ ഇങ്ങ് വന്നോളൂ. എന്താ ചേച്ചി ഇത്? അവയവദാനോ? എന്താടാ അച്ഛനെന്ന് നോക്കിയേ. ഈ ചേച്ചി ഏതോ അവയവ മാഫിയുടെ കൈ പെട്ടെന്നാ തോന്നുന്നേ. ഞങ്ങളുടെ ഷോറൂമിലെ റിക്രിയേഷൻ ക്ലബ്ബ് റിക്വസ്റ്റ് ചെയ്തിട്ടാ അച്ഛാ. ഞാൻ മാത്രമേ ധൈര്യം കാണിച്ചുള്ളൂ. അച്ഛാ, നമ്മൾ മരിച്ചാലും നമ്മുടെ ഓർഗൻസ് മറ്റുള്ളവരിലേക്ക് മാറ്റി വെക്കാൻ പറ്റത്രേ. സിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെ സ്പെഷ്യൽ ടോക്ക് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ മുമ്പേ സമ്മതം കൊടുക്കണമെന്ന് മാത്രം. ഞാൻ സമ്മതിച്ചു. പക്ഷേ കൂടെയുള്ളവർ അത്ര ധൈര്യം കാണിച്ചില്ല. നീ ശരിക്കും ആലോചിച്ചിട്ടാണോ ഇതൊക്കെ? അതെ അച്ഛാ. ഞാൻ മരിച്ചാലും എന്റെ കണ്ണുകൾ മറ്റൊരാളുടെ മുഖത്ത് വീണ്ടും ജീവിക്കുക, എന്റെ ഹൃദയം മറ്റൊരാളുടെ ഉള്ളിൽ വീണ്ടും ഇടിക്കുക. മോളെ, നീ എന്റെ മകളായതിരെ എനിക്ക് അഭിമാനമുണ്ട്. ഇങ്ങനെ വേറിട്ട് ചിന്തിക്കുക എന്നത് തന്നെയാണ് ഏതൊരു മനുഷ്യനെയും വ്യത്യസ്തനാക്കുന്നത്. നീ ചെയ്തതാണ് മോളെ ശരി. എടാ ചന്തു, നീ ഒരു ഫോം ഒപ്പിടുന്നോടാ? എനിക്ക് അത്രയ്ക്ക് വലിയ വിശാല മനസ്സിലൊന്നുമില്ല. എനിക്ക് പേടിയാ. എടാ ബുദ്ധൂസേ, മരിച്ചതിന് ശേഷം അവയവം ദാനം ചെയ്യുന്നേ. ആണാ? അതേടാ മോനെ, അതപ്പ ആലോചിക്കാം. ഇത് കൊള്ളാവല്ലോടോ തരക, തന്റെ നവീകരിച്ച ഷോറൂം. സർ, ഇത് വല്ലാത്തൊരു സർപ്രൈസ് വിസിറ്റ് ആയി പോയി കേട്ടോ. സർ പ്ലീസ് വരൂ സർ. സർ പ്ലീസ്. ഇത് കൊള്ളാവല്ലോടോ, ഒരുപാട് കളർഫുൾ ആയിട്ടുണ്ട് കേട്ടോ. അല്ല, അത് വേണം, പുതുക്കി പണിഞ്ഞതല്ലയോ, കളർഫുൾ ആയിട്ട് തന്നെ വേണം. അല്ല, എന്താ ഇതുവഴി വല്ല ഉദ്ഘാടനം മറ്റും ഉണ്ടായിരുന്നു? ഏയ് അതല്ലെന്നേ, ഇവിടെ അടുത്തൊരു അടിയന്തര ഗ്രൂപ്പ് യോഗം ഉണ്ടായിരുന്നു. അപ്പൊ ഇതുവഴി പോകുന്നല്ലയോ, ചുമ്മാ ഒന്ന് കേറിയേക്കാന്ന് വെച്ചു. എനിക്ക് ഉടനെ അങ്ങ് പോണം കേട്ടോ. ഓ, അതെന്നാ ചായ, പോകാവുന്നേ. ഒരു 10 മിനിറ്റ് ആ മുറിക്കാതിരുന്നിട്ട് പോവാം. ഓക്കെ, വാ പ്ലീസ്. താങ്ക് യു. പിന്നെ അച്ചായ, ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ഉടനെ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. എന്തോന്ന്? നമ്മുടെ കാസർഗോഡ് ഷോറൂമിന്റെ കാര്യം. ഇന്റീരിയർ ഫർണിഷൻ അടുത്ത ആഴ്ച കൊണ്ട് തീരും. ഒരു 5 CR കൂടി കിട്ടിയിരുന്നെങ്കിൽ. മുക്കിന് മുക്കിന് മുറുക്കാൻ കട പോലെ എന്തോന്നിനാണോ ഇത്രയും ബ്രാഞ്ചുകള്? നമുക്കും പിടിച്ചു നിൽക്കണ്ടേ അച്ചായ. പിന്നെ ചുരുങ്ങിയ കാലം കൊണ്ട് രംഗത്ത് വന്ന് നമ്മൾ ഇത്രയും ബ്രാഞ്ചുകൾ തുറക്കുന്നതിൽ പഴയ താപ്പാനകൾക്ക് അസൂയുണ്ട്. അത് കുറയ്ക്കരുതല്ലോ. എല്ലാം ഈ ഒരാളുടെ കൃപാ കടാക്ഷം കൊണ്ടല്ലേ നടന്നു പോകുന്നത്. ഗതികേടിന് നമ്മൾ രാഷ്ട്രീയത്തിലായിപ്പോയി. വരുന്ന പണമൊക്കെ നിന്നെ പോലുള്ളവരുടെ വിശ്വസ്ത സ്ഥാപനത്തിലല്ലേ മുതലിറക്കാൻ പറ്റൂ. കണക്ക് കാണിക്കാൻ ഒക്കത്തില്ലല്ലോ. ഓ, എന്നെ അച്ചായൻ ഒരു വിശ്വസ്തനായി കരുതുന്നതിൽ താങ്ക്സ്. പിന്നെ കാശിന്റെ കാര്യം തരാടോ. വൈകിട്ട് ഞാൻ ഹോട്ടൽ ലീലേക്കാണ്, താൻ അങ്ങോട്ട് വന്നേര്. മേ ഐ കമിങ് സർ? സർ, ഇറ്റ്സ് അവർ ലേറ്റസ്റ്റ് സ്റ്റോക്ക് രജിസ്റ്റർ. ഓക്കെ, ഫൈൻ. ഇത് നമ്മുടെ പുതിയ സെയിൽസ് ഹെഡ്. ഓ, ഒരു മിനിറ്റ്. ഹലോ, ഒരു സെക്കൻഡേ. എന്നതാ കൊച്ചു നിന്റെ പേര്? രമ്യ ദാമോദരൻ. വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനും അനിയനും. അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ ഡ്രൈവർ. ചോദിക്കട്ടെ, നോക്ക് രാഷ്ട്രീയത്തിലേക്കും താല്പര്യമുണ്ടോ?
എങ്ങനെയുണ്ട് മറ്റേ സാറേ? ഞാൻ പറഞ്ഞ പോലെ തന്നെ ആയില്ലേ? എടാ കൊച്ചെന്തിയടാ? അതിനെ വല്ല ആനയും ചവിട്ടി കൊന്നിട്ടുണ്ടാവും. കഴിക്കാൻ വല്ല ഉണ്ടോടാ? വാ. മോളെ 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 എഴുന്നേറ്റ്. മോളെ മോളെ വാ വാ. മോള് കരയാതെ. പപ്പയും മമ്മിയും ഒക്കെ ഇവിടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. ഞങ്ങൾ കൊണ്ടാക്കാം കേട്ടോ. അങ്കിള് നല്ലൊരു കഥ പറഞ്ഞു തരാം. വിടിക്കാറ്റിരിക്കും. ഒരിടത്തൊരിടത്ത് ഒരച്ഛനും 2 മക്കളും ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞി ചേച്ചിയും ഒരു കുഞ്ഞി ചേട്ടനും. അച്ഛൻ അവരെ കോളേജിലൊക്കെ വിട്ട് പഠിപ്പിച്ച് വലിയ ആൾക്കാരാക്കി. താൻ തന്റെ ഏത് മറ്റേനാണോ വിളിച്ചത്? ഇപ്പൊ വരും നിങ്ങളുടെ രക്ഷകര്. കാത്തു കയറന്നോ? വിടന്റെ ചങ്ങാതി. നമ്മളെന്താ അത്ര പോങ്ങന്മാരാന്ന് അവര് കരുതി? കൊള്ളാലോടാ. എടാ കളിക്കലേ നിർന്നോക്കാം. ചേച്ചി വെടിവെക്കാൻ അറിയോ? അതെന്ത് ചോദ്യമാടാ? ചേച്ചിയുടെ അപ്പനപ്പന്മാരുടെ കാലം തൊട്ടേ അവര് വലിയ വെടിവെപ്പുകാരാ. ചോര നന്നായിട്ട് പോണുണ്ടല്ലോ ആരെ ഡോക്ടറെ. അതെ ചേച്ചി, ഇവൻ നമ്മുടെ മന്ത്രി മാമച്ചന്റെ മെഡിക്കൽ കോളേജിലാണ് MBBSന് ചേർന്നേ. കാശ് കൊടുത്ത് അഡ്മിഷൻ വാങ്ങിയാ പഠിക്കാൻ തുടങ്ങിയ. എടാ നീ എത്ര നാൾ പഠിച്ചോ MBBSന്? 1.5 വർഷം. 1.5 വർഷം. ഫീസ് അടയ്ക്കേണ്ട സമയം വന്നപ്പോ കാശൊന്നും തിരിമറി ചെയ്യാൻ പറ്റിയില്ല ഇവന്. അങ്ങനെ MBBS പഠനം മുടങ്ങി. അതിനിടയിലാണ് ഇവന്റെ അനുജത്തി കോളേജ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തത്. അതൊക്കെ എന്തിനാ ഇനി പറയുന്നേ? വെറുതെ സെന്റിമെന്റ്സ്. ശരിയാ. ഈ കൊച്ചു കേരളത്തിൽ മുട്ടിന് മുറുക്കാങ്കട പോലെയല്ലേ മെഡിക്കൽ കോളേജുകളും എഞ്ചിനീയറിംഗ് കോളേജുകളും ഒക്കെ. എന്നിട്ടും മന്ത്രി മാമച്ചനെ പോലുള്ളവർ വീണ്ടും കോളേജുകൾ ഉണ്ടാക്കുന്നു. അവരൊക്കെ എപ്പോ ചോദിച്ചാലും അതൊക്കെ അനുവദിച്ചു കൊടുക്കാൻ റെഡിയായി സർക്കാരും. അവിടെ പഠിക്കാൻ ചേർന്ന പിള്ളേർക്ക് സ്റ്റഡി ലോൺ കൊടുപ്പിക്കാനായി പാർട്ടിക്കാരുടെ സിന്ദാബാദ്. അവസാനം തൊഴിലില്ലാതെ ഞങ്ങൾ തെണ്ടുന്നു. അല്ലെങ്കിൽ ഫീസ് അടയ്ക്കാൻ നിവൃത്തിയില്ലാതെയും ലോൺ അടയ്ക്കാൻ ഗതിയില്ലാതെയും ഒരു യുവതലമുറ ഞങ്ങളെ പോലെ ഇങ്ങനെ ആയുധമെടുക്കും. സ്റ്റഡി ലോൺ കിട്ടാത്ത അപമാനത്താൽ ആത്മഹത്യ ചെയ്യാൻ ഇനി കേരളത്തിൽ ഒരാളും ആലോചിക്കരുത്. ഇവിടുത്തെ യുവാക്കളുടെയും യുവതികളുടെയും ഭാവി സ്വപ്നങ്ങളിലാണ് നിറമുള്ള ഇന്ത്യ ജീവിക്കുന്നത്. ആ സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തിയവരെ അങ്ങനെ അങ്ങ് വിടാൻ പറ്റില്ല. നിങ്ങളൊക്കെ ഞങ്ങളുടെ തലമുറയെ വെടിക്കാരാക്കാ ചേച്ചി. നീ ഷൂട്ട് ചെയ്യാൻ പോണം. ഈ മാതൃകാ ദമ്പതിമാരിൽ ഒരാളുടെ കഥ തീരാൻ പോവാ. ആർക്കാരോടാ സ്നേഹക്കൂടുതൽ നോക്കാം.
എന്നെ കൊന്നേക്ക്. വേണ്ട, എന്റെ ഇച്ഛനെ വിട്ടേക്ക്. എന്നെ കൊല്ല്. വേണ്ട, എന്നെ കൊന്നു. ഇവളെ വിട്ടേക്ക്. എന്നെ കൊല്ല്. വേണ്ട, നമുക്ക് വഴി ഉണ്ടാക്കാം. നോക്കിക്കോണം. അയ്യോ പൊട്ടും ചേച്ചി, അത് പൊട്ടും. ചേച്ചി തോക്ക, പ്ലീസ് ചേച്ചി തോക്ക. ചേച്ചിയേ, അത് ചേച്ചിയുടെ മധുരമായ നടക്കാത്ത സ്വപ്നം. ഉള്ളുലയ്ക്കുന്ന വേദനയിലും ഹൃദയം തകരുന്ന നിമിഷങ്ങളിലും യഥാർത്ഥ ആശ്വാസം നമ്മുടെ സ്വപ്നങ്ങൾ തന്നെയാ ചേച്ചി. പക്ഷേ ഇവിടെ അത് നടക്കത്തില്ല. ജീവിതത്തിൽ ഒരുപാട് കളിച്ചും കളിപ്പിച്ചു അല്ലേ നിങ്ങളിവിടെ ഉല്ലസിക്കാൻ എത്തിയത്. നമുക്ക് ഈ കാർഡ്സ് കൊണ്ട് മറ്റൊരു കളി കളിച്ചാലോ? ഞാൻ കാർഡ്സ് ഇടാം. കിങ് വീണ മത്യാസ് ഔട്ട്. ക്യൂൻ വീണാൽ ഞാൻ പറയണ്ടല്ലോ. ആരാണ് ഭാഗ്യശാലി നമുക്കൊന്ന് നോക്കാം. റെഡിയല്ലേ സാർ? റെഡിയല്ലേ ചേച്ചി? പറയാൻ കൊല്ലടാ, എന്നെ കൊല്ലടാ, കൊല്ലാൻ. എന്റെ ചേട്ടൻ കൊന്ന പോലെ എന്നെ കൊല്ല്. ഇല്ല ചേച്ചി, ഇവിടെ ചേച്ചിയെ ആരും കൊല്ലില്ല. ഏതൊരാൾക്ക് ഇതുപോലൊരു ദുരന്ത സമയത്ത് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയൂ. മുട്ടുകുത്തി മുട്ടിപ്പായൊന്ന് പ്രാർത്ഥിച്ചേ. മുട്ടോത്രി പ്രാർത്ഥിക്കണി. ദൈവപക്ഷം ചേർന്നോണ്ട് ഞാൻ ചേച്ചിയെ രക്ഷപ്പെടുത്താൻ പോവാ. പ്രാർത്ഥിച്ചോ.
നീന്തൽ അറിയാവോ? അറിയാന്നോ ഇല്ലാന്നോ? അറിയാമെന്നാ ചേച്ചി പറഞ്ഞേ. ആണോ? നീന്തൽ അറിയില്ലേ? എന്നാ ശരി, പ്രാർത്ഥിച്ച് രക്ഷപ്പെടാൻ നോക്ക്. പ്രാർത്ഥന അറിയില്ലേ? പ്രാർത്ഥന അറിയില്ല, നീന്തലും അറിയില്ല. വെരി സോറി ചേച്ചി, വെരി സോറി. കാരുണ്യവാനായ ദൈവമേ, പെണ്ണിന്റെ പ്രാർത്ഥന ആൺ ദൈവത്തോടാണല്ലോടാ. പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ഹിംസ്രജീവികളിൽ നിന്നും കാക്കണേ. ഈ ഇരപ്പുകളൊക്കെയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി. നിർത്ത്. പാപികളെന്ന് പറയുമ്പോ നീ പാപിയാണോടാ? ഞാനും പാപിയല്ല. അപ്പൊ പിന്നെ കാരുണ്യവനായ ദൈവത്തിന് മുന്നിൽ ഇരുന്നു നിൽക്കുന്ന പാപി പ്രാണി മധ്യസ്ഥർഗൻ. പാപത്തിന്റെ ശമ്പളം വികസനം. ആരുടെ വികസനാടോ തൗഫീക്കേ? അതിപ്പോ എടോ നമ്മുടെ വികസനം. കേരളത്തിൽ ഇപ്പൊ കട്ടിലേക്ക് കിടക്കുന്ന വൃദ്ധന്മാര് മുതല് തൊട്ടിൽ കിടക്കുന്ന കുട്ടികൾ വരെ നേരം വെളുത്ത വികസനം എന്നാ പറയുന്നത്. അതാടോ നമ്മുടെ വിജയം. കാര്യമൊക്കെ ശരിയാണ് അച്ചായോ, പക്ഷേ ഒരു ചെറിയ ഭൂരിപക്ഷത്തിലല്ലേ നമ്മുടെ സർക്കാർ നിൽക്കുന്നേ. പോകാൻ പറയുന്നേ. അങ്ങനെ 4 ആള് മൂത്രം ഒഴിക്കാൻ പോകുമ്പോ വീഴുന്ന സർക്കാരാ നമ്മുടെ എന്ന് പറയുന്നവർക്ക് വേറെ ലക്ഷ്യമുണ്ടോ? അതൊന്നും നടക്കുകയല്ല. എടോ 1200 കോടി രൂപയുടെ മലയോര ഹൈവേ പദ്ധതിയാ ഞാൻ ഒപ്പിടാൻ പോകുന്നേ. എത്ര? 1200 കോടി. അല്ല, അപ്പൊ എങ്ങനെയാ നമ്മുടെ കാര്യം? അത് എങ്ങനെയെന്ന് എന്നതാണോ ചൊറിയുന്നേ? എങ്ങനെ വെച്ചാലും 10% ഇങ്ങ് വന്നേക്കണം. ഓ, പിന്നെ മോനെ, 10% ഇങ്ങോട്ട് വന്നെന്ന് കരുതി ഈ മലയോര ഹൈവേയുടെ പേരിൽ നിന്റെ ഉടായിപ്പൊന്നും കാണിച്ചേക്കല്ലേ. ഈ മലയോര ഹൈവേയുടെ പേരില ഞാൻ അടുത്ത തവണ വോട്ട് ചോദിക്കാൻ പോകുന്നത്. എന്താടോ? ആരാ? സോറി സർ, ഇവിടുത്തെ ഇലക്ട്രിക്കൽ കംപ്ലൈൻറ്റ്സ് നോക്കുന്ന കൺസൾട്ടൻസിന്ന് വന്നതാ. ഇന്നൽപ്പം വർക്ക് കൂടുതലുണ്ടായിരുന്നു, അതാ പകല് വരാൻ പറ്റാ. ഞാൻ ഈ കൊച്ചുവെളുപ്പം കാലത്താണോ നിന്റെ വൈദ്യുതി? അല്ല, അതിപ്പോ എന്നതാ ടോണിച്ചാ? മനസ്സിൽ മഴയാ ഇനിയും
ഒഴിയ